ഹായ് ഫ്രണ്ട്സ്, 2025 നോബൽ പ്രൈസ് പ്രഖ്യാപിച്ച വിവരം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഈ ഷോട്ടിലൂടെ അതൊന്ന് പഠിക്കാം. ആദ്യം വൈദ്യശാസ്ത്ര നോബൽ 3 പേർക്കാണ് ലഭിച്ചത്. അമേരിക്കക്കാരായ മേരി ഇ ബ്രെൻകോവ്, ഫ്രെഡ് റാംസ്ഡെൽ, ജപ്പാൻകാരനായ ഷിമോൻ സാക്കാഗുച്ചി. പ്രതിരോധശേഷിയുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് ഭൗതികശാസ്ത്രം. അതും 3 പേർക്കാണ് ലഭിച്ചത്. ബ്രിട്ടൻകാരനായ ജോൺ ക്ലർക്ക്, അമേരിക്കക്കാരനായ ജോൺ മാർട്ടിനിസ്, ഫ്രാൻസുകാരനായ മിഷേൽ ഡെവോറെ. ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗിൽ നിർണായക ഗവേഷണം നടത്തിയതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. അടുത്തത് രസതന്ത്രം. അതും 3 പേർക്കാണ്. ജപ്പാൻകാരനായ സുസുമു കിറ്റഗോവ, ബ്രിട്ടൻകാരനായ റിച്ചാർഡ് റോബ്സൺ, അമേരിക്കക്കാരനായ ഒമർ യാഗി. ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളായ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്സ് കണ്ടുപിടിച്ചതിനാണ് ഇവർക്ക് പുരസ്കാരം ലഭിച്ചത്. ഈ കണ്ടുപിടുത്തത്തെ തന്മാത്ര വാസ്തുവിദ്യ അഥവാ മോളിക്കുലാർ ആർക്കിടെക്ചർ എന്നാണ് നൊബേൽ കമ്മിറ്റി വിശേഷിപ്പിച്ചത്. അടുത്തത് സാഹിത്യം. ഹംഗറി എഴുത്തുകാരനായ ലാസ്ലോ ക്രാസ്നഹോർക്കാണ് സാഹിത്യ നോബൽ ലഭിച്ചത്. അടുത്തത് സമാധാനം. വെനിസ്വേലൻ പ്രതിപക്ഷ നേതാവായ മരിയ കൊറിന മച്ചാഡോയ്ക്കാണ് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചത്. ജനാധിപത്യത്തിലും മനുഷ്യാവകാശ മേഖലയിൽ നൽകിയ തുടർച്ചയായ സംഭാവനകൾക്കാണ് ഇവർക്ക് അവാർഡ് ലഭിച്ചത്. അടുത്തത് എക്കണോമിക്സ്. അതും 3 പേർക്കാണ്. അമേരിക്കക്കാരായ ജോയൽ മൊക്കീർ, പീറ്റർ ഹോവിറ്റ്, ബ്രിട്ടൻകാരനായ ഫിലിപ്പ് അഗിയോൺ. കണ്ടുപിടുത്തങ്ങളാൽ നയിക്കപ്പെടുന്ന സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് വിശദീകരിക്കുന്ന ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം ലഭിച്ചത്. ഇതുപോലെയുള്ള കൂടുതൽ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുകൾക്കായി വിസിറ്റ് അവർ യൂട്യൂബ് ആൻഡ് ടെലിഗ്രാം ചാനൽ എയിം ഫോർ PSC. താങ്ക് യു.